ഹലോ ഗായ്സ്, ഞങ്ങൾ യു കെയിലേക്ക് കേട്ടോ. അപ്പോൾ ചേട്ടനും ചേച്ചിയൊക്കെ അവിടെയാണ്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് പോവാം. അപ്പം അങ്ങനെ എത്തി. തുമ്പിക്ക് ഫോണിൽ കണ്ട പരിചയമുണ്ട്. അപ്പോൾ ഫോണിലങ്ങനെ വലിയ കാര്യമായിട്ട് മൈൻഡാക്കാറില്ലെങ്കിലും എത്തിക്കഴിഞ്ഞിട്ട് അവരെ നേരിട്ട് കണ്ടപ്പം ഈ ഫോണിൽ കാണുന്നതൊക്കെ റിയലാന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഭയങ്കര ഒരു അത്ഭുതമൊക്കെയായിരുന്നു. പിന്നെ അവരോട് പെട്ടെന്ന് തന്നെ സിങ്കായി. അന്ന് വൈകിട്ട് വീട്ടിലൊക്കെ എത്തിയ പിന്നെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി ചായയൊക്കെ കുടിച്ചതിന് ശേഷം അപ്പോൾ അവിടെ അടുത്തുള്ളൊരു പാർക്കാണ്, പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ കുറച്ച് ചെറിയ വാട്ടർ പൂളൊക്കെ ഉള്ള ഒരു പാർക്കൊക്കെ. അപ്പോൾ അതിൽ കൂടെയൊക്കെ നടന്ന് പിന്നെ അവരുടെ ചെറിയ സിറ്റി, അവരെവിടെയാണ് പച്ചക്കറി മേടിക്കാൻ പോകുന്നത്, അവരെവിടെയാണ് ബാക്കി ഗ്രോസറീസ് മേടിക്കാൻ പോകുന്നതെന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അന്ന് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി കോട്ട്സ്വോൾഡിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം 1-2 സ്ഥലം വിസിറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. കോട്ട്സ്വോൾഡിൽ ബൈബുറി, ബോട്ടൺ ഓൺ ദ വാട്ടർ, അങ്ങനെ 1-2 സ്ഥലങ്ങൾ. അപ്പോൾ ആദ്യം ഞങ്ങൾ യാത്ര തുടർന്ന് ഒരു പിറ്റ് സ്റ്റോപ്പ് എടുത്ത സമയത്ത് തുമ്പി അവിടെ നിന്ന് ഇറങ്ങി ഓടുക, കാറിൽ നിന്ന് ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ബൈബറി എത്താറായി. അപ്പം അതിൻ്റെ ഇൻഡിക്കേഷനാണ് കേട്ടോ ഈ കല്ലുകൊണ്ടൊക്കെ നിർമ്മിച്ച വീടുകൾ. ഞങ്ങൾ ഓൾമോസ്റ്റ് എത്തി. കാറൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് മെല്ലെ ഇങ്ങനെ നമ്മൾ ആ വില്ലേജിലേക്ക് ഇങ്ങനെ പോവുക. ആ വില്ലേജ് എന്ന് പറയുന്നത് അവിടുത്തെ വീടുകളൊക്കെ പണ്ട് 14ാം സെഞ്ച്വറിയിൽ ബിൽഡ് ചെയ്ത വീടുകളൊക്കെയാണ്. അപ്പോൾ ആദ്യം ഇവർ ഇത് കമ്പിളിയൊക്കെ കളക്ട് ചെയ്യുന്നൊരു സ്ഥലമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് ഈ നെയ്ത്തുകാരുടെ കോട്ടേജായി മാറിയെന്ന്. അപ്പോൾ അങ്ങനെ അത്രയും പുരാതനമായൊരു വില്ലേജാണിത്. ഇത് ലോകത്തിലെ ഏറ്റവും പിക്ചേർഡ് ഒരു സ്ഥലമാണ്. ഞങ്ങളൊട്ടും കുറച്ചൊന്നുമില്ല, ഞങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ പിക്ചേഴ്സും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കോട്ടേജുകളൊക്കെ. വളരെ രസമാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആ കോട്ടേജ് അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു അരുവിയൊക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ കുറേ പേരിങ്ങനെ നല്ല വിൻറ്റേജ് കോസ്റ്റ്യൂംസൊക്കെ ഇട്ടിട്ട് വന്നിട്ടാണ് ഇവിടെ വരുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ. നമുക്ക് അത്ര വലിയ നോളേജ് ഇല്ലായിരുന്നു എങ്ങോട്ടാണ് പോകുന്നതെന്നും. അപ്പോൾ ഞങ്ങളൊരു കാളുമ്പോഴും വേഷമൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ അത്യാവശ്യം പിക്ചേഴ്സൊക്കെ എടുത്തിട്ടുണ്ട് ഉള്ള വേഷത്തിൽ. ഇനി അടുത്ത തവണ വരുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ, കുറച്ചുകൂടി വിൻറ്റേജ് സ്റ്റൈലിലൊക്കെ ആയിട്ട് വേണമെങ്കിൽ ചെന്ന് ഫോട്ടോ എടുക്കാം. ഞങ്ങളങ്ങനെ ബീബുറി വില്ലേജൊക്കെ ഇങ്ങനെ കണ്ട് അവിടുത്തെ ഒരു പള്ളിയിലൊക്കെ പോയി. പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ബീബുരിയോട് ബൈ പറഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത് കോട്ട്സ്വോൾഡിൻ്റെ അടുത്ത സ്ഥലത്തേക്കാണ്, ബോട്ടൺ ഓൺ ദി വാട്ടർ. ഇതാണ് ഈ ബോട്ടൺ ഓൺ ദി വാട്ടർ. അപ്പോൾ ഈ കാണുന്നത് സ്ട്രീമല്ല. നമുക്ക് കാണുമ്പോൾ തോന്നും കുഞ്ഞായിട്ട് സ്ട്രീം പോലെ ഉണ്ടെങ്കിൽ ഇത് ആക്ച്വലി റിവറാണ്. ഇതിൻ്റെ പേര് വിൻഡ്രഷ് റിവർ എന്നാണ്. ഈ ബോട്ടൺ ഓൺ ദി വാട്ടർ എന്ന് പറയുന്ന സ്ഥലം കോട്ട്സ്വോൾഡിൽ വെനീസ് എന്നാണ് അത്ര അറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു എൻറ്റയർ വില്ലേജ് ഇങ്ങനെയാണ്, ചെറിയ കൽപ്പാലങ്ങളും പിന്നെ ഈ ഒഴുകുന്ന നദിയും. അപ്പോൾ ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഈ ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം
ബോട്ട് ഓൺ ദി വാട്ടറിന് ശേഷം ഞങ്ങൾ പോയ അടുത്ത സ്ഥലം സ്റ്റോവ് ഓൺ ദി വേൾഡ് എന്നാണ്. ഇത് കോട്സ്വോൾഡിലെ വേറൊരു പ്ലേസാണ്. ഇത് ഏറെക്കുറെ ഈ 3 സ്ഥലങ്ങളും ഏറെക്കുറെ ഒരേപോലെയാണ്. ലൈക്ക് സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച വീടുകൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഒരു ഏൻഷ്യൻറ്റ് വില്ലേജ് പോലത്തെ സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് സെൻറ്റ് എഡ്വേർഡ്സ് ചേർച്ചാണ്. അപ്പോൾ ഈ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവർ പറഞ്ഞത് ലോർഡ് ഓഫ് ദി റിങ്സ് സിനിമ ഈ പള്ളിയിലേത് ഈ കവാടത്തിന് മുമ്പിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളിത് വന്നിട്ട് പിന്നെ ChatGPTയോടും ഗൂഗിളോടൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ ഇവർ പറയാം ഇവിടെ അങ്ങനെ ഒരു മൂവിയൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, ഇത് ജസ്റ്റ് റിസംബ്ലൻസ് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം ഞങ്ങളെ പറ്റിച്ച് അവിടെയൊക്കെ കൊണ്ടുപോയി. എന്തായാലും അങ്ങനെ ഒരു പള്ളിയൊക്കെ കാണാൻ പറ്റി. അങ്ങനെ അന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ ഗായ്സ്, ബൈ ബൈ, ഗുഡ് നൈറ്റ്.